തദ്ദേശപ്പോരിന് കളമൊരുങ്ങുന്നു. കേരളത്തിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥി ചർച്ചകളും ഒപ്പം സ്ഥാനാർത്ഥി പ്രചരണങ്ങളും. അങ്ങനെ നാട് നീളെ തദ്ദേശ സ്ഥാനാർത്ഥികൾ കളം നിറയുകയാണ്. രാഷ്ട്രീയ ചർച്ചകൾ. കേരളത്തിന്റെ ഒരു മാസക്കാലം തെരഞ്ഞെടുപ്പ് പൂരമാണ്. കോട്ടയത്തേക്ക് പോകുമ്പോൾ ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, ചർച്ചകൾ പലതരത്തിലാണ്. പലതരത്തിലുള്ള കാലുമാറ്റങ്ങളും വിമത നീക്കങ്ങളും എല്ലാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ അതിരമ്പുഴയിലെ ജിം അലക്സിനെ ഒപ്പം നിർത്താൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞത് ഇത് എത്ര കണ്ട് വലിയൊരു രാഷ്ട്രീയ നീക്കമാണ്. ഇതുപോലെയുള്ള നീക്കങ്ങൾ വേറെയും കോട്ടയത്തുണ്ടാവുന്നുണ്ടോ? സജിത്ത്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം ഇത് തന്നെയാണ്. ജിം അലക്സ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി അതിരമ്പുഴയിൽ മത്സരിക്കും. ഇന്ന് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് നൽകാനൊക്കെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ അത് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും സ്ഥാനാർത്ഥിത്വത്തിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എം നേതാക്കൾ നൽകുന്ന സൂചന. ജിം അലക്സും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജിം അലക്സിന്റെ സ്ഥാനാർത്ഥിത്വം എടുത്തു പറയേണ്ടത് സജിത്ത്, കോൺഗ്രസുമായി കഴിഞ്ഞ കുറച്ചു കാലമായി കലഹിച്ച് നിൽക്കുന്നുണ്ട്. കാര്യമായ പദവികളൊന്നും കോൺഗ്രസ് നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്ന് ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജിം അലക്സുമായി ചില അനുനയ നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിരമ്പുഴ ഡിവിഷനിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണം, തനിക്ക് സ്ഥാനാർത്ഥിത്വം ഇല്ലെങ്കിലും കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്ന ആവശ്യമൊക്കെ ജിം അലക്സ് മുന്നോട്ട് വെച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജിമ്മിൻ്റെ സാന്നിധ്യം എടുത്തു പറയേണ്ടത് ചില കണക്കുകളാണ്. കഴിഞ്ഞ 2015 ഇതേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിരമ്പുഴ വാർഡിൽ നിന്ന് മത്സരിക്കുകയും UDF വിമതനായി, അന്ന് കേരള കോൺഗ്രസ് എം UDFിലായിരുന്നു, കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി KP പോൾ മത്സരിച്ചു. KP പോളിന് 11,810 വോട്ടാണ് കിട്ടിയത്. പക്ഷേ ജിം അലക്സിന് അന്ന് അവിടെ വിമതനായി മത്സരിക്കുകയും 14,807 വോട്ടുകൾ നേടുകയും ചെയ്തു. അവിടെ അന്ന് ജയിച്ചത് CPM ആണ്. അതായത് സജിത്തിന് ഒരു പക്ഷേ അറിയാമായിരിക്കും, പരമ്പരാഗത UDF കോട്ടയാണ് അതിരമ്പുഴ. അവിടെ DYFIയുടെയൊക്കെ ജില്ലാ സെക്രട്ടറിയായ മഹേഷ് ചന്ദ്രൻ 15,428 വോട്ടിന് അന്ന് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വിമതനായി നിന്നിട്ടും 14,000 വോട്ടുകൾ അന്ന് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു ആത്മവിശ്വാസമായി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫാണ് ഇത്തവണ അവിടെ മത്സരിക്കുക. പക്ഷെ അവരുടെ ഒരു ആത്മവിശ്വാസം, ഇതൊരു UDF കോട്ടയാണ്. ജിം അലക്സ് അന്ന് നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഈ സ്ഥാനാർത്ഥി KP പോളിനോട് വലിയ എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു മൗനാനുവാദത്തോടു കൂടി നിന്നതുകൊണ്ടാണ് അന്നവിടെ അവർക്ക് ജിം അലക്സിനെ ഇത്രത്തോളം വോട്ട് പിടിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പോൾ LDF UDF പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരിൽ തങ്ങൾ തന്നെ ജയിക്കും എന്നാണ് UDF ക്യാമ്പിൻ്റെ ഒരു ആത്മവിശ്വാസം. എന്തായാലും പക്ഷേ ഇത് തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടിയായി മാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നാളെയാണ് UDFിലെ ചർച്ചകൾ നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഒരു സീറ്റ് ചോദിച്ചിട്ടുണ്ട്. ആ സീറ്റ് നൽകുന്ന കാര്യത്തിൽ ഒരു പക്ഷേ നാളെയായിരിക്കും ഒരു അന്തിമമായ വ്യക്തത വരിക. ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു സീറ്റ് എടുത്ത് കൊടുക്കാനാണ് നിലവിൽ കോൺഗ്രസിൽ ആലോചന. കോൺഗ്രസിൻ്റെ സീറ്റുകൾ എരുമേലിയും മുണ്ടക്കയവും കൊടുക്കില്ല എന്നവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അക്കാര്യത്തിലും ഇനിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്നുള്ളതാണ് തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും LDFിൽ ഇങ്ങനെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ അവർ നടത്തുമ്പോൾ 2020 വരെ ഏറ്റുമാനൂരിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന കോൺഗ്രസ് നേതാവിനെയൊക്കെ ഇന്നലെ LDFിൽ കേരള കോൺഗ്രസ് എമ്മിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ദിവസങ്ങളിലേക്കാണ് കോട്ടയം രാഷ്ട്രീയം മാറാൻ പോകുന്നത്. സജിത്ത്, യെസ്, കോട്ടയത്തെ രാഷ്ട്രീയ ചിത്രം അതാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കം കോട്ടയത്തും ഉണ്ടാകുന്നുണ്ട്. സ്ഥാനാർത്ഥി ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്കാണ്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്നുണ്ട്. അനീഷ്, കോഴിക്കോട് ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു. ഈ കോൺഗ്രസിൻ്റെ മേയർ കാൻഡിഡേറ്റിനെ PM മിനുവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? അത് പ്രഖ്യാപനം ഇന്ന് തന്നെ അത് സംഭവിച്ചുണ്ടാകുമോ, അതോ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് മറ്റു നീക്കങ്ങൾ കോഴിക്കോട് സംഭവിക്കുന്നത്? സജിത്ത്, കോഴിക്കോട്ടെ കോൺഗ്രസ് ക്യാമ്പ് വലിയ അനിശ്ചിതത്വത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം 45 വർഷത്തിന് ശേഷം ഭരണം തിരിച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ്. പക്ഷേ ആ ശ്രമങ്ങൾക്ക് ആദ്യ പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഒപ്പം 2 CMP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് നഗരത്തിൽ പലയിടങ്ങളിലും കോൺഗ്രസിൽ ഭിന്നത സൃഷ്ടിച്ചിരിക്കുകയാണ്. നമുക്കൊപ്പം നേരത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് കത്ത് നൽകിയ അയൂബ് അടക്കമുള്ള നേതാക്കളുണ്ട്. CMPയുടെ സ്ഥാനാർത്ഥി ചാലപ്പുറത്ത് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഒരു നീക്കം? നിങ്ങൾ കോൺഗ്രസിനോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും? ഇല്ല, കോൺഗ്രസിന് കൂടെ ഉണ്ടാവുമെന്ന് വെച്ചാൽ പ്രസിഡന്റ് സ്ഥാനമാണ് ഞാൻ രാജിവെച്ചത്. പിന്നെ പൊതുജന സേവനത്തിന് ഒരു പാർട്ടിയുടെ ലേബിൾ വേണ്ടെന്നാണ് ഞാൻ പഠിച്ചത്. എൻ്റെ മനസ്സിൽ നമുക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ ജനങ്ങളെ സഹായിക്കാം, ജനങ്ങൾ സേവനം നടത്താം. ഈ സീറ്റ് നൽകിയതിന് എങ്ങനെ നിങ്ങളോട് എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നോ?
ഇല്ല എൻ്റെ കീഴാണ് വാർഡ് പ്രസിഡന്റ്, അതിൻ്റെ തൊട്ട മുകളിലാണ് ഞാൻ. വാർഡിൻ്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ട വാർഡ് കമ്മിറ്റിയിലാണ്. വാർഡ് കമ്മിറ്റി പ്രസിഡന്റിനെയോ വാർഡിലെ ആരെങ്കിലെയോ വിളിച്ചിട്ട് ഒരു സാധനം സംസാരിച്ചില്ല, മണ്ഡലം പ്രസിഡന്റിനെ അറിയിച്ചിട്ടുമില്ല. അപ്പോൾ ഈ തീരുമാനം മാറ്റില്ലെന്നാണ് അവർ പറയുന്നത്. താങ്കൾ പറഞ്ഞ പോലെ വിറ്റ സാധനം തിരിച്ചെടുക്കില്ല എന്നൊരു നിലപാട് തന്നെയാണോ? അതങ്ങനെ തന്നെ, വിറ്റ സാധനം തിരിച്ചെടുക്കില്ല. പക്ഷെ അത് പാടില്ല. കൺസ്യൂമർ ആക്ട് പ്രകാരം അത് തെറ്റാണ്. വിറ്റ സാധനം നമുക്ക് പറ്റാത്ത സാധനം തിരിച്ചെടുക്കണ്ടേ? അത് നമ്മൾക്ക് അങ്ങനെ തന്നെയല്ലേ. ഈ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ നിങ്ങളിവിടെ? അത് നമ്മളെ കൂടെയുള്ള ആളുകളെല്ലാവരും കൂടിയായിരുന്നു ആലോചിച്ച് പറയേണ്ട ഒരു ഉത്തരമാണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് പറയേണ്ട ഉത്തരമല്ല. അത് ജനങ്ങളെ നമ്മളെ കൂടുതൽ ഇവർ പ്രവർത്തകർ മാത്രമല്ല, നാട്ടുകാരുണ്ട്. നാട്ടുകാരെ പിൻബലം കൂടി ഉണ്ട് ഇതിന്. നമുക്ക് വോട്ട് ചെയ്യേണ്ട ആളുകളുണ്ട്. അവരെന്താണ് എന്നോട് പറയാണ്, നമ്മളോട് പറയാണ് നിങ്ങൾ മത്സരിക്കണം, നിങ്ങൾ ഇതിലുണ്ടാവണം, കോൺഗ്രസിന്റെ നമുക്ക് ഈ